നമുക്കൊപ്പം ശ്രീ രാജീവ് ചന്ദ്രശേഖർ. കൂടുതൽ മുഖവിരയില്ല, കൂടുതൽ ആഡംബരമില്ല. ആദ്യം തന്നെ അനുമോദനങ്ങൾ. കൺഗ്രാറ്റുലേഷൻസ്, ബിഗ് വിൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇവിടെ തുടങ്ങി സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം പല വിഷയങ്ങൾ ഉന്നയിച്ചു, പല വിവാദങ്ങൾ ഉന്നയിച്ചു, പല ആക്ഷേപങ്ങൾ ഉന്നയിച്ചു, പലതരം അജണ്ട കൊണ്ടുവന്നു. അങ്ങൊരു പോയിന്റിൽ ഉറച്ചു നിന്നു, വികസനം വികസനം വികസനം. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരം മാറുകയാണോ ഈ തെരഞ്ഞെടുപ്പോടെ? 100% ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. ഇത് ഞങ്ങൾ തുടങ്ങിയപ്പോൾ മാർച്ച് ഏപ്രിൽ 2025 തുടങ്ങിയപ്പോൾ ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാടും ഞങ്ങളതിൻ്റെ ഒരു മുദ്രാവാക്യം മുമ്പോട്ട് വെച്ചപ്പോൾ എന്നോട് മാധ്യമ സുഹൃത്ത് തന്നെ പറഞ്ഞു, ഇതെല്ലാം ഇവിടെ നടക്കുന്ന കാര്യമല്ല, ഇവിടെ വിവാദങ്ങൾ മാത്രമേ നടക്കുള്ളൂ, തെറി പറയുക, അതാണ് നമ്മുടെ രാഷ്ട്രീയം. പക്ഷേ ഇതിൻ്റെ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ടല്ലോ, ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുന്ന രാഷ്ട്രീയം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രാഷ്ട്രീയം. അതാണ് ഞങ്ങൾ ആദ്യം മുതൽ ഇന്ന് വരെ പറയുന്നതും അതാണ് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. രാഷ്ട്രീയം ഞങ്ങൾ കാണുന്നത് ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ഒരു അവസരമായിട്ട് ഞങ്ങൾ കാണുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വീകാര്യത, ആ സ്വീകരണം ആണ് ജനങ്ങൾ ഈ ഇലക്ഷൻ വഴി ഒരു മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു, മറ്റവർക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം LDFൻ്റെ ഒരു പരാജയം, ഒരു നല്ലൊരു പരാജയം, അവരുടെ ഒരു വികസനമില്ലായ്മയും അവരുടെ ഒരു ഡെവലപ്മെൻറ്റ്ലെസ് പൊളിറ്റിക്സിൻ്റെ അതിനൊരു മറുപടി ജനങ്ങൾ ഇന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലം കുറച്ച് UDFന് കിട്ടിയിട്ടുണ്ട്, അത് 100% കറക്റ്റാണ്. പക്ഷേ ആ ഫലം പെർമനൻറ്റ് ഫലമല്ല. കാരണം ഈ ഇലക്ഷൻ ഒരു റെഫറൻഡമായിരുന്നു LDFനെ കുറിച്ച്. UDFനെ കുറിച്ച് UDFൻ്റെ ഡിബേറ്റും UDF ഭരിക്കുമ്പോൾ എന്ത് ചെയ്തു, ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ എത്ര അവസരം കൊടുത്തിട്ടുണ്ട്, അവരെന്ത് ചെയ്തു അവസരം എടുത്തിട്ട്, അതെല്ലാം ഇനി വരാൻ പോകുന്ന കാലത്ത് അത് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അപ്പോൾ ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ ഞാൻ കാണുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും എൻ്റെ ഒരു വിശ്വാസം 100% ഉണ്ട്, ഇത് ഒരു വികസനം വേഴ്സസ് വികസനം ഇല്ലായ്മ, അഴിമതി രഹിത ഭരണം വേഴ്സസ് അഴിമതി ഭരണം, ഇതിൻ്റെ ഒരു കോൺടെസ്റ്റ് ആയിട്ടാണ് ഈ അസംബ്ലി ഇലക്ഷനിൽ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ക്യാമ്പയിൻ ചെയ്യാൻ പോകുന്നത്. അങ്ങ് എതിരാളികൾ കാർഡടിച്ച് വെടിവെക്കുമ്പോൾ അങ്ങ് മുന്നോട്ട് കുറച്ച് സ്പെസിഫിക് പോയിന്റ്സ് ആണ് വെച്ചത്. ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തെ കോർപ്പറേഷൻ ഭരണമല്ല അങ്ങ് ചൂണ്ടിക്കാട്ടിയത്. ഈ കോർപ്പറേഷൻ തുടങ്ങി അന്ന് തൊട്ട് ഇന്നോളം ഏറ്റവും ഒടുവിൽ അങ്ങ് ചൂണ്ടിക്കാട്ടിയ കണക്കുകൾ നഗരസഭാ പരിധിയിൽ നിന്ന് തെരുവ് നായ്ക്കൾ കടിച്ചിട്ട് എത്ര പേർ ചികിത്സ നേടി, നഗരസഭാ പരിധിയിൽ കുടിവെള്ളം കിട്ടാത്ത വീടുകൾ എത്ര, നഗരസഭാ പരിധിയിലെ മാലിന്യ സംസ്കരണത്തിന്റെ അവസ്ഥയെന്ത്, നഗരസഭയിലെ റോഡുകളുടെ അവസ്ഥയെന്ത്, ഈ ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. ആ ചോദ്യങ്ങൾ എത്തേണ്ട പോലെ ജനങ്ങളിലേക്ക് എത്തി എന്ന് വ്യക്തമല്ല. 100%. ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നിപ്പോൾ നോക്കിയാൽ, നമ്മുടെ സംസ്ഥാനത്തിൽ നോക്കിയാൽ BJP NDA മാത്രമാണ് ഒരു പാർട്ടി ജനങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാനും അതിൻ്റെ പരിഹാരത്തിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറുള്ള പാർട്ടി. UDF ആണോ LDF ആണോ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമോഷണൽ ഇഷ്യൂ കൈ പിടിപ്പിച്ച് ഒരു ശ്രദ്ധ തിരിക്കാൻ അവരൊരു രാഷ്ട്രീയമാണ്. ഈ ഇലക്ഷനിൽ നോക്കൂ, UDF വികസനത്തിനെ കുറിച്ച് ഒരു വാക്കും പറഞ്ഞില്ല, ഒരു ലോക്കൽ ബോഡി ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത്, ബൈ ഇലക്ഷൻ്റെ സമയത്ത് ഞങ്ങൾ ക്യാൻസർ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുന്നു, ബൈപ്പാസിനെ കുറിച്ച് പറയുന്നു, ട്രെയിനിനെ കുറിച്ച് പറയുന്നു. അവർ പറയുന്നത് എന്താണ്, അവർ ചെയ്യുന്നത് എന്താണ്? പ്രീണ രാഷ്ട്രീയം, ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം അവരുടെ രാഷ്ട്രീയം. അപ്പോൾ അത് അവരുടെ രാഷ്ട്രീയമാണ്. ഈ വരുന്ന അസംബ്ലി ഇലക്ഷൻ ഇതായിരിക്കും കോൺടെസ്റ്റ്. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയം, ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ജനങ്ങളെ പരിഹരിക്കുന്ന ഒരു രാഷ്ട്രീയം, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രാഷ്ട്രീയം, അവർ എത്രയോ തവണ കിട്ടിയ അവസരങ്ങൾ കിട്ടി, അവർ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല, അതിനെ കുറിച്ചൊരു ചർച്ച നടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജനങ്ങളെ ശ്രദ്ധ തിരിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയത്തിന് കാലം കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് LDFൻ്റെ പരാജയം. അതിൻ്റെ സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് കൃത്യമായി പറയൂ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എങ്ങനെ പരിഹരിക്കും, എപ്പോൾ പരിഹരിക്കും, എങ്ങനെ പരിഹരിക്കും, ആ ചർച്ചയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. കഴിഞ്ഞ 6-7 മാസം ഞങ്ങൾ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിനെ മാറ്റി. ഇന്ന് ഞാൻ കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് കേൾക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നത് മാറാത്തത് ഇനി മാറും, ആ മാറാത്തത് ഇനി മാറും. അപ്പോൾ മാറ്റം കൊണ്ടുവരണം എന്ന് ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഒരു മുദ്രാവാക്യം കോൺഗ്രസും സമ്മതിക്കുന്നു. അപ്പോൾ ആ മാറ്റത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസ് രാഷ്ട്രീയം. അപ്പോൾ മാറാത്തതിന് മാറുന്നു പറയുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം നമ്മൾ മാറ്റണം. അതാണ് വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ഞാൻ പറഞ്ഞത്.
ഈ തെരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ ഈ ഒരു കോർപ്പറേഷനിൽ മാത്രം ഒതുക്കി നിർത്തില്ല എങ്കിൽ പോലും ഇത് കൊടുക്കുന്ന 2-3 സന്ദേശങ്ങളുണ്ട്. ഒന്ന്, LDF ഇല്ലെങ്കിൽ UDF, BJPക്ക് ഇടമില്ല എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ പരത്തിയിരുന്നൊരു സംഗതി. ആദ്യം അത് തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഒന്ന് മാറിക്കിട്ടി. പക്ഷേ തിരുവനന്തപുരം പോലെ അനന്തപുരി സംസ്ഥാനം മാത്രമല്ല രാജ്യം ഒട്ടാകെ ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ്. രാവിലെ ഇന്ന് കൗണ്ടിംഗ് തുടങ്ങിയപ്പോഴും ഞങ്ങൾ പറഞ്ഞതാണ്, ദേശീയ രാഷ്ട്രീയം ഇങ്ങോട്ടേക്ക് ഉറ്റുനോക്കുകയാണ്. അപ്പോൾ ഇത് ഒരു അർത്ഥത്തിലൊരു ടേണിംഗ് പോയിന്റും ക്രോസിംഗ് ഓഫ് ദി ഫൈനൽ ബാരിയറുമാണ്. BJPക്ക് ഇടമുണ്ടെന്നും BJPക്ക് കഴിയും എന്നുമുള്ളൊരു സന്ദേശം. ഫൈനൽ ബാരിയർ എന്ന് ഞാൻ പറയാൻ പോകുന്നില്ല. പക്ഷേ ഒരു പോയിന്റ് ക്ലിയർ ആണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതൊരു വലിയൊരു മൂമെൻ്റാണ്. ആ മൂമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് കാരണം ഞാൻ അങ്ങനെ പറയുന്നു ചോദിച്ചാൽ, ആദ്യമായിട്ടാണ് കഴിഞ്ഞ 65 കൊല്ലം 60 കൊല്ലത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിലെ വികസനത്തിനെ കുറിച്ചൊരു ചർച്ച വരുന്നത്. ജനങ്ങൾ ആ ചർച്ച സ്വീകരിക്കുന്നു, ജനങ്ങൾ ആ ചർച്ചയെ പിന്തുണ തരുന്നു. അപ്പോൾ പോളിറ്റിക്സിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് ഇന്ന് തുടങ്ങി. ഇനി നമ്മൾ അസംബ്ലി ഇലക്ഷനിൽ ആ ചേഞ്ച് ഇനിയും വർദ്ധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം രാജ്യം മുമ്പോട്ട് പോകുമ്പോൾ കേരളം പിന്നോട്ട് പോകുന്നു. ഇനി അതാണോ വേണ്ടത്? ഇനി നാട് മുമ്പോട്ട് പോകണം, അതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ബിഗിനിങ് ഈ ഇലക്ഷൻ വഴി തുടങ്ങി. ഇനി വരാൻ പോകുന്ന സമയത്ത് അത് ഒരു ഡീപ്പണാവും. ആ ഒരു മാറ്റം രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം, രാഷ്ട്രീയ ഡിസ്കഷനിലൊരു മാറ്റം, വിവാദമെല്ലാം മാറ്റിവെച്ച് വികസനത്തിൻ്റെ ചർച്ച കൂടുതൽ ചെയ്യുക, അതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് വരാൻ പോകുന്ന കാലത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്, വലിയൊരു ചലഞ്ചുമാണ്. ഇത് എങ്ങനെ ഇതിന് നന്ദി പറയും, എങ്ങനെ നിറവേറ്റും? 2, നരേന്ദ്രമോദിജി വരുമോ തലസ്ഥാനത്തേക്ക് ഇതിന് പിന്നാലെ? ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് പിന്നിൽ നരേന്ദ്രമോദിജിയാണ്. നരേന്ദ്രമോദിജിൻ്റെ കാഴ്ചപ്പാടാണ്, നരേന്ദ്രമോദിജിൻ്റെ രീതിയാണ്, വർക്ക് എത്തിക്കാണ്. അപ്പോൾ നരേന്ദ്രമോദിജി 2014 ജനങ്ങൾ ഒരു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ഇക്കോണമി അദ്ദേഹത്തിൻ്റെ തലയിൽ കൊണ്ടുവച്ചപ്പോൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, എങ്ങനെ ഞങ്ങൾ അതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തു. എന്നിട്ട് ഇന്ന് ഇന്ത്യ 4ാം നമ്പറിൽ ഇക്കോണമിയായി മാറി. അതുപോലെ തന്നെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ പാർട്ടീൻ്റെ ലീഡർഷിപ്പും സഹപ്രവർത്തകരെല്ലാവരും ഇത് ചാലഞ്ചായിട്ട് എടുക്കും. തിരുവനന്തപുരത്ത് എത്രയോ ചാലഞ്ചസ് ഉണ്ട്, അത് 100% കറക്റ്റാണ്. അത് പാലക്കാടിലും ഉണ്ട്, അത് പിന്നെ തൃപ്പൂണിത്തറയിലുണ്ട്, എത്രയോ ഗ്രാമപഞ്ചായത്തിലുണ്ട്. അതെല്ലാം ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ പ്രോബ്ലംസ് ആക്കി അതിന് പരിഹരിക്കാൻ സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒപ്പം ഇന്ന് അധ്വാനിച്ചിട്ട് അത് ചെയ്യും എന്ന് 100% ഞങ്ങൾ അധ്വാനിക്കും. 365 ദിവസം 24 മണിക്കൂർ 7 ദിവസം ആഴ്ചയിൽ 7 ദിവസം അധ്വാനിക്കുന്ന പ്രവർത്തകരായിരിക്കും ഈ മുനിസിപ്പാലിറ്റിയും ഗ്രാമപഞ്ചായത്തിലും കോർപ്പറേഷനിലും ഞങ്ങളുടെ കൗൺസിലേഴ്സും വാർഡ് മെമ്പേഴ്സും. അപ്പോൾ ഞങ്ങൾ അധ്വാനിച്ച് ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കും, ജനങ്ങളെ സേവിക്കാൻ ഞങ്ങൾ ഇറങ്ങും. അതിനെ കുറിച്ച് ആർക്കും ഒരു ചിന്ത ഉണ്ടാവാൻ പാടില്ല, സംശയം ഉണ്ടാവാൻ പാടില്ല. അത് ചെയ്യും. അതും നരേന്ദ്രമോദിജിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ഇനി ചെയ്യും, ഇനി മാറും. ഈ കേവലം കണക്കുകളിലേക്ക് കടക്കുന്നില്ല, കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, കൊല്ലമാകട്ടെ, കൊട്ടാരക്കര, ആലപ്പുഴ, തൃപ്പൂണിത്തുറ, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, പലരുടെയും കണക്കൂട്ടൽ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു വൻ മുന്നേറ്റം ഇതൊരു തുടക്കമല്ലേ? അതെ, 100%. നോക്കൂ, കോഴിക്കോടിലെല്ലാം നമ്മളെ ഗ്രോത്ത് നോക്കൂ, കണ്ണൂരിൽ നോക്കൂ, കാസർഗോഡ് നോക്കൂ, കൊടുങ്ങല്ലൂരിൽ നോക്കൂ, പിന്നെ കോട്ടയം ജില്ലയിൽ നോക്കൂ, ആലപ്പുഴയിൽ നോക്കൂ, എല്ലായിടത്തും നല്ലൊരു മുന്നേറ്റം BJP ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ജനങ്ങൾ സ്വീകരിക്കുന്നു, വികസിത കേരളം സ്വീകരിക്കുന്നു, ആ കാഴ്ചപ്പാട് സ്വീകരിക്കുന്നു. അതാണ് അവരുടെ ആവശ്യം, അത് ഇനിയും വേണം എന്നാണ് അവരൊരു മെസ്സേജ്, ഒരു ക്ലിയർ മെസ്സേജാണ്. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഇനി വിവാദം തെറി ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ കാലമല്ല ഇനി കഴിഞ്ഞു. ഇനി ആർക്കാണെങ്കിലും ഇത് ചെയ്തേ പറ്റൂ. ഇത് ഈ രാഷ്ട്രീയമാണ് ചെയ്യേണ്ടത്. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി, ഇതൊരു ആക്കുളത്തുനിന്ന് വിജയിച്ചെത്തിയ സ്ഥാനാർത്ഥിയാണ്. അതിനിടയിൽ മിനി PS വിജയാഘോഷവുമായി സംസ്ഥാന അധ്യക്ഷന്റെ അടുത്തേക്ക് വരാം. ഒറ്റ ചോദ്യം കൂടി, അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് വരും എന്ന് ചോദിക്കുന്നു. പക്ഷെ ഞങ്ങളൊരു ടെലിവിഷൻ ജേർണലിസ്റ്റ് എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഒരു ഫോട്ടോ, അടുത്ത് ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഫോട്ടോ, തലസ്ഥാനത്ത് ഇറങ്ങുന്ന പ്രധാനമന്ത്രി സ്വീകരിക്കാൻ ഒരു BJPയുടെ മേയർ പോകുന്നു. ഞങ്ങളുടെ എഫേർട്ട്, ഞങ്ങളുടെ പ്ലാനിങ് എല്ലാം ചെയ്യട്ടെ. എൻ്റെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 45 ദിവസം ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി കഴിഞ്ഞ് നരേന്ദ്രമോദിജി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്യും. ആദ്യം ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുക, അത് ചെയ്യും.
തലസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരു BJPയുടെ മേയർ ഉണ്ടാകും. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, വളരെ വ്യക്തതയോടു കൂടിയാണ് സംസാരിച്ചത് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം മാറുന്നു. ഇനി കേവലം ആരോപണങ്ങളും വിവാദങ്ങളും കൊണ്ട് മുന്നോട്ട് പോകാനാവില്ല എന്നും മറ്റ് കക്ഷികളെ കൂടി വികസനത്തിലൂന്നി സംസാരിക്കാൻ ഇത് പ്രേരിപ്പിക്കുമെന്നും പറയുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ വിജു സായിക്കൊപ്പം പ്രദീപ് പിള്ള, ജനം.